പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനങ്ങൾ ദുരിതങ്ങളല്ല, മറിച്ച് അവ നമ്മെ ദൈവത്തെങ്കിലേക്ക് വലിച്ചടിപ്പിക്കുന്ന വഴികളാണ് എന്ന ബോധ്യം ലഭിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നേഴ്സസ് ടൈമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അവ ഏറെ ഫലം പുറപ്പെടുവിക്കും. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇടവക ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മറ്റൊരു ഗോതമ്പ് മണിയായി തീരാൻ സാധിക്കൂ എന്ന പാഠം നമ്മെ പഠിപ്പിച്ച യേശുനാഥനിൽ ഉറച്ചു വിശ്വസിക്കുന്ന
UAE ബെദാസയദ് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു. എനിക്കൊരു 5 വയസ്സുള്ള മകളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് അബുദാബിയിൽ താമസിക്കുന്നു. ഞാനിവിടെ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തുടങ്ങി ദൈവസ്നേഹത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സില്ലാത്ത സമയങ്ങളിലെല്ലാം പള്ളിയിൽ പോകുവാനും എനിക്ക് കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിക്കാനുമുള്ള ഒരു കൃപാവരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഇടവക പള്ളി മാതാവിൻ്റെ പള്ളിയായിരുന്നു. അപ്പോൾ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അതുകൂടാതെ സ്കൂൾ വെക്കേഷനെല്ലാം നന്നായിട്ട് മാതാവിനോട് അടുത്തിരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി. അതുകൂടാതെ സ്കൂൾ വിഷയങ്ങൾക്ക് എത്രയോ പ്രാധാന്യം കൊടുക്കുന്നു. അത്ര പ്രാധാന്യത്തോടു കൂടി വേദപാഠ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും അത് മൂലം എനിക്ക് ഒത്തിരി വളരാനും സാധിച്ചു. കൂടാതെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വേദപാഠ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ദൈവം എനിക്ക് തരികയുണ്ടായി. അത് എന്നെ ഈശോ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. എനിക്ക് അതുവഴി പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ചെറിയ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് CLC പ്രോഗ്രാമിനെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം എൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തത് വലിയ ഇഷ്ടത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല. എങ്കിലും നഴ്സിംഗ് പഠിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒത്തിരി ദൈവസ്നേഹത്തിൽ വളരാൻ സാധിച്ചു. കൂടാതെ ഓരോ പേഷ്യൻസിനും നമ്മളെ ആശ്രയിക്കുന്ന ഓരോ രോഗികൾക്ക് നമ്മളാലാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ വളരെ ദൈവസ്നേഹത്തോടു കൂടി ചെയ്തു കൊടുക്കാനും അതിൽ നിന്ന് ഒരു സന്തോഷം അനുഭവിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് രോഗികളെ പരിചരിക്കാനുള്ള ഒരു കൃപാവരം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഡിപ്ലോമ നഴ്സിംഗ് കഴിഞ്ഞ് PCBSCക്ക് പോയി MSc പഠിച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ പരിപാലിച്ചിട്ടുണ്ട്, എന്നെ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കൂടാതെ പറയാനുള്ളത്, ഞാൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞും ബോണ്ട് ചെയ്യുന്ന സമയത്തും ഞാൻ തിയേറ്ററിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കറിയാലോ, വാർഡിലെ നഴ്സുമാർക്കുള്ള അത്രയും സമയം നമുക്ക് രോഗികളുടെ അടുത്ത് ചെലവിടാനില്ല തിയേറ്ററിൽ. എങ്കിലും സർജറിക്ക് മുന്നേ പേഷ്യൻസിന് നെറ്റത്ത് കുരിശ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ധൈര്യം കൊടുക്കാറുണ്ട്. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾക്ക് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, മുന്നും അതിന് ശേഷവും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാറുമുണ്ട്, ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഡോക്ടേഴ്സിലൂടെയും മറ്റുള്ള നഴ്സുമാരുടെയും എങ്ങനെയുണ്ട് എന്ന് ആരായാറുണ്ട്. അതെനിക്ക് ഒത്തിരി മാധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിന് ശേഷം അതെനിക്കൊരു ഉണർവ് തന്നിരുന്നു. എങ്ങനെയുണ്ട് പേഷ്യൻസ് എന്ന് അറിയുന്നതിന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. തിയേറ്ററിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ആ ഇൻസിഡൻ്റ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് ജപമാല ഭക്തിയെക്കുറിച്ചാണ്. തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രക്തക്കുഴലുകളെ കരിക്കുന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീൻ്റെ വയറയിൽ കയറി ചവിട്ടുകയും അത് കേടാവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒത്തിരി മാനസിക സംഘർഷത്തിലകപ്പെട്ടു. അത് നന്നാക്കുവാനായിട്ട് കമ്പനി വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യുകയും അവരതിന് 7000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഞാൻ പറയുന്നത് 2003 നടന്ന സംഭവമാണ്. അപ്പോൾ 7000 രൂപയുടെ വില നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ബോണ്ട് ചെയ്യുമ്പോൾ 1000 രൂപയാണ് മാസം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് 7000 രൂപ അന്ന് വളരെ വലിയൊരു തുകയാണ്. ഈ സമയത്ത് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല ചൊല്ലി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്ന് തന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും എൻ്റെ ഉള്ളിൽ പരിസ്ഥാരൂപി തോന്നിക്കുകയാണ് ആ വ്യക്തിയോട് എൻ്റെ കാര്യം അവതരിപ്പിക്കാൻ. ഞാനെങ്ങനെ ആദ്യമായിട്ടാണ് ആ വ്യക്തിയോട് സംസാരിക്കുന്നതെന്ന്. അദ്ദേഹം സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. എനിക്ക് ആ മെഷീൻ നന്നാക്കി തന്നു. ഞാൻ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര രൂപയാണ് ഞാൻ തരേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, നീ എനിക്കൊന്നും തരേണ്ടതില്ല, നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എനിക്ക് 1 രൂപ തന്നാൽ മതി. ഞാൻ ഓർക്കുവാണ്, 7000 രൂപയ്ക്ക് നന്നാക്കാനിരുന്ന മെഷീൻ എനിക്ക് 1 രൂപയ്ക്ക് നന്നാക്കി തന്ന അവസ്ഥയുണ്ടായി. അത് മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം
24 വാക്യത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഞാൻ നഴ്സിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. PCBCക്ക് ജോയിൻ ചെയ്തു. പിന്നെ MSc ചെയ്തു. MSc ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ പരീക്ഷ കഴിഞ്ഞ് എനിക്ക് മാർക്ക് വന്നപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റിക്കും വേറെ ഒരു സബ്ജക്റ്റിനും എനിക്ക് മിനിമം മാർക്കേ ലഭിച്ചുള്ളൂ. ആ വിഷയങ്ങൾക്ക് ഞാൻ 90% മാർക്കിൽ കൂടുതൽ പ്രതീക്ഷിച്ച വ്യക്തിയാണ്. അത്രയും നന്നായി ഞാൻ പരീക്ഷ എഴുതിയിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മാർക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായി. ഞാൻ 50 ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മൾക്ക് അന്ന് റീവാലുവേഷന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ടീച്ചേഴ്സ് പേപ്പർ എടുത്ത് നോക്കി അവർ ബോധ്യപ്പെട്ടതിന് ശേഷം റീവാലുവേഷന് കൊടുക്കാൻ എന്നെ അനുവദിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ യൂണിവേഴ്സിറ്റിയും ആ സമയത്ത് ആദ്യമായിട്ടാണ് റീവാലുവേഷൻ ഓപ്ഷൻ ഓപ്പൺ ആക്കിയത്. എനിക്ക് റീവാലുവേഷന് കൊടുക്കാൻ കഴിഞ്ഞത് തന്നെ ദൈവകൃപയാലാണ്. 50 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങിയതിൻ്റെ ഫലമായിട്ട് 50-ാം ദിവസം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 2 സബ്ജക്റ്റിനും കൂടെ 35 മാർക്കോളം കൂടുതൽ കിട്ടി. അതും ദൈവകൃപയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൂടാതെ ഞാൻ MSc എല്ലാം പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. സൗദിയിൽ വന്നു. സൗദിയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. 2 വിസയിൽ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2ാമത്തെ പ്രാവശ്യം സൗദിയിൽ പോകുന്ന സമയത്ത് എനിക്ക് വിസയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഓഫർ ലെറ്റർ ലഭിച്ചു. ഭയങ്കര സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. ദൈവം തന്നാണെന്ന് കരുതി. പക്ഷേ വിസ സ്റ്റാമ്പിങ്ങിന് തടസ്സം നേരിട്ടു. ഞാൻ ഒത്തിരി മാനസികമായി വിഷമത്തിലായി. 7 മാസം എനിക്ക് ജോലിയില്ലാതെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി അപേക്ഷിച്ചു. ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഒരു ധ്യാനം കൂടാനിടയായി. ആ ധ്യാനത്തിൽ എന്നോട് അച്ഛൻ പറഞ്ഞു, വിസ തടസ്സമുള്ളവരുടെ വിസ തടസ്സം മാറ്റിത്തരുന്നതെന്ന് ദൈവം കാണിക്കുന്നുവെന്ന്. അത് ഞാനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം എൻ്റെ മനസ്സിൽ പരിസ്ഥാരോപി തോന്നിച്ചു തന്നു. ഈശോ തന്നെ എംബസിയിൽ പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിത് വിശ്വസിക്കുകയാണ്. കാരണം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന് ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവം എൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും, എൻ്റെ വിസ സംബന്ധമായ പ്രതിബന്ധങ്ങൾ മാറ്റിത്തന്നെന്ന്, തടസ്സങ്ങൾ മാറ്റിത്തന്നെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. 2016 ജനുവരിയിൽ ഞാൻ UAEയിൽ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞുവല്ലോ. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ടാണ്. UAEയിൽ നഴ്സിംഗ് കോളേജ് ഉള്ളതായിട്ടോ ഇവിടെ എനിക്ക് ജോലി കിട്ടുന്നതൊന്നും എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും സംരക്ഷണവും കൊണ്ടാണ് എനിക്കിവിടെ ജോലി കിട്ടിയത്. അതിനുശേഷം എനിക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് IELTSഉം പാസ്സാകാനും ബുദ്ധിമുട്ടുണ്ടായി. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ യോഗ്യതയും ഇവിടുത്തെ വിദ്യാഭ്യാസ യോഗ്യതയോടുകൂടെ തുലനം ചെയ്തതിന് ശേഷം അവർ തരുന്ന സർട്ടിഫിക്കറ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. IELTSന് ഓവറോൾ 7 സ്കോർ വേണമായിരുന്നു. ഈ ഒരു അവസരത്തിൽ അവരെനിക്ക് ഡെഡ് ലൈൻ തന്നു. ഡിസംബർ 4-ാം തീയതി 2017 മുന്നേ എനിക്കിത് 2 സർട്ടിഫിക്കറ്റും HR സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അഖണ്ഡ ജപമാല ഒക്ടോബർ 13-ാം തീയതി നടന്ന അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അതിലൂടെ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടമായി പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ എനിക്ക് 2 ദൈവകൃപയാൽ ലഭിച്ചു കിട്ടി. അത് ഈശോയുടെ വലിയൊരു സംരക്ഷണം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഏശയ്യ 43:14 പറയുന്ന പോലെ നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് നിങ്ങൾക്ക് മുന്നേ ബാബിലോണിലേക്ക് ആളയക്കുകയും നമ്മളുടെ എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. കൽദായരുടെ വിജയാട്ടഹാസം ഒരു പരിഹാസമായി മാറും. ഈ ഒരു വചനത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ സർവശക്തനായ പിതാവ് ബാബിലോണിലേക്ക് ആളെ അയച്ച് എൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം തകർത്തുവെന്ന് ഞാനിവിടെ ഏറ്റുപറയുകയാണ്. നഴ്സസ് മിനിസ്ട്രിയുമായി ചേർന്ന് നിന്നപ്പോൾ എൻ്റെ കുടുംബത്തിലുണ്ടായ മറ്റൊരു അനുഗ്രഹം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചതിനെ തുടർന്ന് എൻ്റെ ഭർത്താവിന് ഡ്രൈവിങ്ങിന് ചെയ്യാനായിട്ട് പേടിയായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. UAEയിൽ വന്നതിന് ശേഷം നഴ്സസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിന് ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് ദൈവം അനുഗ്രഹിക്കുന്നെന്ന്. അതിനുശേഷം
ഭർത്താവ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇന്ന് നാട്ടിലും ഇവിടെയും ഡ്രൈവിംഗ് ചെയ്യുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മഞ്ജു ചേച്ചിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുണ്ടായ ദൈവീക ഇടപെടലിനെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. അവിടുത്തെ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. എന്തെന്നാൽ ആകാശം മാറാം, ഭൂതലവും മാറിയേക്കാം, ആദ്യം മുതൽക്കേ മാറാതെയുള്ളത് തിരുവചനം മാത്രമാണ്. സങ്കീർത്തകൻ്റെ പുസ്തകം 119 അധ്യായം 130 തിരുവചനം ഇപ്രകാരം പറയുന്നു: അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നു. നമ്മുടെ രോഗി ശുശ്രൂഷയിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഷാർജ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നേഴ്സ് തൻ്റെ ചിന്തകൾ നാമുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ദൈവവചനം നമ്മിൽ 100 മേനി ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കവരെ ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള നേഴ്സുമാരെ, ദൈവം നമ്മളെ ഒരു നേഴ്സായിട്ട് തിരഞ്ഞെടുത്തത് ഒരു രോഗി ശുശ്രൂഷയുടെ സാധ്യത മാത്രം കണ്ടുകൊണ്ടല്ല, ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനുള്ള സാധ്യതകൾ നമ്മളിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ ഈ നോബൽ പ്രൊഫഷനിലോട്ട് വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 16 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രോഗികളുടെ ഇടയിലൊക്കെ ഒരു പ്രകാശമായി തീരാൻ കൂടെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇവിടെയൊക്കെ പെട്ടെന്ന് ഒരാൾ രോഗികളാകുമ്പോൾ അവരുടെ ഒരവസ്ഥ, അത് കുടുംബനാഥനോ കുടുംബനാഥയോ ആയിരിക്കട്ടെ, അവരുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഒരു അവസ്ഥയിലാണ് അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ. നമ്മളത് എല്ലാ ദിവസവും കാണുന്നതാണ്. അവർക്കൊക്കെ ഒരാശ്വാസമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ അപ്പോൾ അവർക്കൊരു നേഴ്സ് മാത്രമല്ല, അവരുടെ ആരെങ്കിലുമൊക്കെ ആയിത്തീരണം. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സമീപനം നമുക്ക് അവരോടുണ്ടായിരിക്കണം. കാരണം അതിനുള്ള സാധ്യതകളും അവസരങ്ങളും ലഭിച്ചിരിക്കുന്നത് നമുക്കാണ്. അവരുടെ ഹൃദയത്തെ നമ്മളൊന്ന് സ്പർശിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി, കരുണയെപ്പറ്റി അവരോട് സംസാരിക്കണം. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആത്മീയമായിട്ടുണ്ടോ, ഒരു വൈദികൻ്റെ പ്രാർത്ഥനയോ ആശീർവാദവും ആവശ്യമുണ്ടോ, നമ്മൾ ചോദിക്കണം. അതിനുള്ള ചാൻസ് നമുക്കാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ യുഗത്തിലാണ്. നമുക്കറിയാം, നമുക്ക് കുറേ ഡേറ്റകളൊക്കെ എൻ്റർ ചെയ്യാനുണ്ട്. 100% എല്ലാം അച്ചീവ് ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ അതൊക്കെ ആകുമ്പോൾ അതെല്ലാം നമ്മൾ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ രോഗിയെ ആസ് എ പേഴ്സണായിട്ടൊന്ന് കാണാനും ഒരുപക്ഷെ അവരുടെ കൂടെ അല്പം ഒന്ന് സമയം ചെലവഴിക്കാനും നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. സുഭാഷിതങ്ങൾ 17:22 പറയുന്നുണ്ട്: സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്, തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നുവെന്ന്. നമ്മുടെ ഒരു പുഞ്ചിരിക്കുന്ന മുഖം, നമ്മുടെ ഒരു നല്ല വാക്ക്, അത് രോഗികൾക്ക് എന്തുമാത്രം ആശ്വാസമാണ്. അവരുടെ രോഗം വീണ്ടെടുക്കുന്നതിന് അതിനവരെ സഹായിക്കും. അവരുടെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ദ കൺവേർഷൻ ഓഫ് ദ ഹാർട്ടാണ്. ആ രോഗാവസ്ഥയിൽ അതൊന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഈയിടെ ഒരു സഹോദരി പങ്കുവെച്ചത്, ഒരു ഹോസ്പിറ്റലിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നു, നേഴ്സുമാരുണ്ട്, എല്ലാവരും എല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു, എൻ്റെ ആ വേദനയിൽ ഏതെങ്കിലും ഒരു നേഴ്സ് വന്ന് എൻ്റെ കൈ ഒന്ന് പിടിച്ചൊരിച്ചിരി നേരം നിന്നിരുന്നെങ്കിലെന്ന്, എന്നോടൊന്ന് സംസാരിക്കാൻ കുറച്ചും കൂടെ സമയം ഒന്ന് ചിലവഴിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും സാധിക്കത്തില്ല. കാരണം നമ്മൾക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി, നേഴ്സുമാരെല്ലാം നമുക്ക് ഈ ഇടയൊക്കെ ഹോസ്പിറ്റലുകളെല്ലാം നല്ല തിരക്കാണ്. നമുക്കതിനൊക്കെ പലപ്പോഴും സമയം കിട്ടാറില്ല എന്നുള്ളത് ഒരു സത്യമാണത്. കാരണം നമുക്ക് നമ്മുടെ ജോലികൾ തീർക്കണം. പക്ഷേ നമ്മൾ ആ ജോലികളെല്ലാം, നമ്മുടെ അസൈൻമെൻറ്റ്സ് തീർക്കണം. നമ്മൾ അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ആ അസൈൻമെൻറ്റ്സും എല്ലാം ചെയ്തിട്ട് നമ്മൾ രാത്രി വീട്ടിൽ വന്നിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഇന്നത്തെ ചെയ്തികളെപ്പറ്റി ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് ആത്മസംതൃപ്തി ലഭിക്കാൻ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? കാരണം വചനം പറയുന്നത് 1 മൈൽ ദൂരം ചെല്ലാൻ നിർബന്ധിക്കുന്നവരുടെ കൂടെ നമ്മൾ 2 മൈൽ ദൂരം നടക്കണം എന്നാണ്. നമുക്കതിനുമുള്ള സാധ്യതകളുണ്ട്. നമുക്കൊന്ന് ചിരിക്കാൻ പറ്റണം. നമുക്ക് അനേകരെ പുഞ്ചിരിക്കാൻ നമ്മൾ അവരെ സഹായിക്കണം. മദർ തെരേസയോട് തെരുവുകളിലൊക്കെ നടക്കുന്ന രോഗികളുടെ കൂടെ ആയിരിക്കുമ്പോൾ മീഡിയ പീപ്പിൾ ഒരിക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, മദർ ഇവിടെ എന്തെടുക്കുകയാണെന്ന്. അപ്പോൾ മദർ പറഞ്ഞ മറുപടിയും ഇതാണ്: ഞാൻ അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണെന്ന്.
നമുക്കറിയാം, നമ്മൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എഴുതാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ഈ വർഷം ചെയ്യും, എൻ്റെ ടാർഗറ്റ് ഇതാണ്, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും. ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ ജൂൺ മാസമാണ്, അതെല്ലാം നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയായിരുന്നു, അതെല്ലാം എന്തെല്ലാം അച്ചീവ് ചെയ്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം, ഈ വർഷം ഞാനൊന്ന് എഴുതും, എൻ്റെ ഈശോയെ പറ്റി, എൻ്റെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി ഞാൻ ഇത്ര ആൾക്കാരോട് ഞാൻ സംസാരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് വർഷം അങ്ങനെ ഒരു നമ്മളൊന്ന് എഴുതി കഴിഞ്ഞാൽ ദൈവം നമുക്കത് കാണിച്ചു തരും. കാരണം നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും ഒരാവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അക്കൗണ്ടബിളാണ്. ഒരുപക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് പരാജയപ്പെട്ടേക്കാം, എങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്നുള്ളൊരു തൃപ്തിയെങ്കിലും നമുക്ക് ലഭിക്കും. അങ്ങനെ വരുന്നത് അത് എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രോഗീനെ ഒന്ന് സന്ദർശിക്കാനായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സിൻ്റെ ഒരു പ്രശ്നങ്ങളായിരിക്കും. നമ്മൾ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞു കൊടുക്കാതെ നല്ല സമരിയാക്കാരനെ പോലെ അവരുടെ കൂടെ ഒന്നായിരിക്കാൻ, അവരുടെ കൂടെ ഒന്ന് പോകാനും കൂടെ ഉള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു സ്റ്റെപ്പ് എടുത്തൊന്ന് മുമ്പോട്ട് വെച്ചാൽ മതി. പ്രവർത്തിക്കുന്നത് കർത്താവാണ്. അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി. ഈയിടെ ഒരു സഹോദരന് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കുറച്ച് മിൽക്ക് പൗഡർ വേണം, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിനാണ്, സ്പെഷ്യൽ നീഡ് ചൈൽഡാണ്, ഒരു സ്പെഷ്യൽ മിൽക്കാണ്, അത് കോസ്റ്റ്ലിയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടത്തില്ല, വേറെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചു, അവിടെയും അതില്ല, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരികയാണ്. ഞാൻ ആ വിളിച്ചൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി അത് തിരിച്ചു കൊണ്ടുവന്നു. ഒരു 3 ബോക്സ് മിൽക്കുണ്ട്. ആ കൊച്ചത് ടോളറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ നിങ്ങൾ തന്നു വിടാമെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ചെറിയ സ്റ്റെപ്പ്, അത് കൊണ്ടേ കൊടുത്തപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ആത്മസംതൃപ്തി നമുക്ക് ലഭിച്ചു. നമുക്ക് ചാൻസുകളുണ്ട്, അനേകം അവസരങ്ങൾ നമുക്ക് ലഭിക്കും. നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകൾ എങ്ങനെയാണെന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ അർഹിക്കുന്ന ശമ്പളം കിട്ടാത്തതായിരിക്കും, നമ്മൾ അർഹിക്കുന്ന അംഗീകാരം കിട്ടത്തില്ലായിരിക്കും. നമ്മളെ കഴിഞ്ഞും കുറച്ച് ജോലി ചെയ്യുന്നവരോ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും മടുപ്പ് തോന്നരുത്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുവാണെങ്കിൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം. പ്രതിഫലം തരുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ ആ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് നോക്കിയിരിക്കാം. അത് കർത്താവാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. കാരണം അവസാന വിധിയിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചുവെന്ന്. നമ്മളെല്ലാ ദിവസവും തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണത്. പക്ഷേ അവരുടെ ഇടയിൽ എന്നെ കണ്ടിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. ഈശോയെ, ഞാൻ ശുശ്രൂഷിച്ച എല്ലാ രോഗികളുടെയും മുഖത്ത് നിന്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് ഞാൻ അവരെ ശുശ്രൂഷിച്ചെന്ന് പറയാൻ സാധിക്കണം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നവർ, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരിലെല്ലാം ഞാൻ ഈശോയെ നിന്റെ മുഖം ദർശിച്ചിരുന്നു പറയാൻ സാധിക്കണം. മറിച്ചാണെങ്കിൽ നമുക്ക് 72 പേരെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട്, ഞാൻ അവർ രോഗികളെ സുഖപ്പെടുത്തി മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങൾ അതിലല്ല സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു എന്നതിൽ സന്തോഷിക്കാന്ന്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുള്ള സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട് നമുക്ക്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അഭിഷേകം എല്ലാ നേഴ്സുമാരിലും നിറയട്ടെ, ഒരു പ്രകാശമായിട്ട് തീരട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ, നിങ്ങൾ രോഗികളുടെ അടുത്ത്, എല്ലായിടത്തും ഒരു പ്രകാശമായി തീരാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം. അനുദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന തരത്തിൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ പരാതികളൊന്നും കൂടാതെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും
ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.